ഹലോ എവ്രി വൺ, ഇന്നൊരു ചെറിയ ട്രാവൽ വ്ളോഗാണ്. ഞങ്ങളിതാ പാലക്കാട് നിന്ന് വൈക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഒരു 6:15 ആയിട്ടുണ്ട്. വൈക്കത്ത് അമ്പലത്തിൽ കോടിയർച്ചനയും വടക്കുപുറത്ത് പാട്ടും നടക്കുന്നുണ്ട്. അത് വൺസ് ഇൻ 12 ഇയേഴ്സ് നടക്കുന്ന ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു വന്ന് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുന്നേ പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് കോൾഡൊക്കെ വന്നത് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ പോയി തൊഴാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ വീട്ടിൽ നിന്ന് 6:15 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ വഴിയിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ട്രാഫിക് ഇങ്ങനെ കുറച്ചൊന്ന് ബ്ലോക്ക് ആവുന്നുമുണ്ട്. പിന്നെ രാവിലെ നേരമാണ്, സൂര്യൻ അങ്ങനെ ഉദിച്ച് വന്നിട്ടില്ല, ഒരു മങ്ങിയ വെയിലുമൊക്കെയാണ്. ഇപ്പോഴത്തെ പെട്രോൾ പമ്പിൽ കയറി നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ലോങ് ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ പോകുന്നത്, അപ്പോൾ ജസ്റ്റ് ഒരു റുട്ടീൻ ചെക്കിങ് പോലെ അങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം 4 ടയറിൻ്റെയും ഇങ്ങനെ ചെക്ക് ചെയ്ത ശേഷം ഞങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ആയത് കാരണം അങ്ങനെ വലിയ ഹെവി ട്രാഫിക്കൊന്നും ഇപ്പം ഇല്ല. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഫീസിൽ പോകുന്നവരൊക്കെ തിരക്ക് വരും. ഇപ്പോൾ സീനറി ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനൊക്കെ ആയിട്ട്. വെയിലങ്ങനെ ഉദിച്ച് വന്നിട്ടും ഇല്ല. പിന്നെ നമ്മൾ പോകുമ്പോൾ 2 ടോൾ ഗേറ്റ് ഉണ്ട്, അത് ഫസ്റ്റ് വൺ ആണ്. അപ്പോൾ അവിടെയും നമ്മൾ നിന്ന് എല്ലാം നോക്കി ക്രോസ് ചെയ്ത് അങ്ങനെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്തതാ കുതിരാൻ ടണലെത്തി. അപ്പോൾ കുതിരാനിലെ ടണലിൽ കൂടിയിട്ടാണ് പോകുന്നത്. എനിക്ക് ടണലിൽ കൂടെ പോകാൻ നല്ല ഇഷ്ടമാണ്. അത് ഫുൾ ലൈറ്റ്, ഇരുട്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ ഈ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു വെളിച്ചം മറ്റേ ദൂരേന്ന് നമുക്ക് അതിൻ്റെ ഓപ്പണിങ് കാണുമ്പോൾ, അതിൻ്റെ മൗത്ത് കാണുമ്പോൾ അതൊരു സന്തോഷം. അങ്ങനെ ഈ ടണലിൽ കൂടെ പോകുമ്പോൾ ശരിക്കും ഒരു ചെറിയ ഒരു സന്തോഷമാണ് എനിക്ക് ഉണ്ടാവാറ്. അപ്പോൾ ടണലിൻ്റെ വെളിയിലെത്തി വീണ്ടും നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, റോഡ് പണി അവിടെയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ സ്ലോ ആവും. ട്രാഫിക് ഇങ്ങനെ മെല്ലെ മെല്ലെയല്ലേ പോവുകയുള്ളൂ. അങ്ങനെ അപ്പോൾ സെക്കൻഡ് ടോൾ ഗേറ്റിലെത്തി. അവിടെയും ഇപ്പോൾ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ജേർണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോഴും വെയിലങ്ങനെ വന്നിട്ടില്ല. സൂര്യൻ അവിടെ ഇങ്ങനെ ഇപ്പോൾ ആകാശത്ത് നമുക്ക് കാണാം, ബ്രൈറ്റായിട്ട് വന്നിട്ടില്ല. ഒരു ക്ലൗഡ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന പോലെ കണ്ടില്ലേ, മൂണ് നിൽക്കുന്ന പോലെയാണ് ഇപ്പോൾ സൂര്യൻ അവിടെ നിൽക്കുന്നത്. മണി 7 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ റോഡ് സൈഡിലുള്ള ഹോട്ടൽ ആര്യാസിലാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് കയറിയത്. അവിടുന്ന് ഇപ്പോൾ ഹസ്ബൻഡ് പൂരിയും വടയും കഴിച്ചു, ഞാൻ വെൺപൊങ്കലും വടയും കഴിച്ചു. കോഫിയും കുടിച്ച ശേഷം ഞങ്ങൾ വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ അമ്പലത്തിലെത്തുമ്പോൾ ഒരു സമയമാവുമല്ലോ, അപ്പോൾ അത് കാരണമാണ് കഴിച്ചിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് അമ്പലത്തിലേക്കുമാണ്. ഇപ്പോൾ വിഷു വരുവാണല്ലോ, അപ്പോൾ കൊന്നപ്പൂവിൻ്റെ സീസണുമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരങ്ങൾ ഫുൾ യെല്ലോ കളറിൽ നിൽക്കുന്നത് കാണാം, ഇങ്ങനെ കൊന്നമരം കൊന്നപ്പൂവായിട്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇപ്പോൾ അതായത് ഉദയനാപുരമാണ് മുരുകൻ്റെ അമ്പലം, ഇവിടെയും ഞങ്ങൾ പോവാറുണ്ട്. അവിടെ നല്ല വിശേഷം ഒക്കെ ഉള്ള ഒരു അമ്പലമാണ്. നമുക്കിത് ഓർണമെൻ്റൽ ഗേറ്റ് കാണാം. അവിടെ ശിവൻ്റെയും പാർവതിയുടെയും സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈക്കം എത്തി നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെരുപ്പൊക്കെ വെച്ച ശേഷം ഞങ്ങൾ അമ്പലത്തിൽ കയറും. അവിടെ കോടിയർച്ചനാണ് ആദ്യം തൊഴാൻ പോകുന്നത്. അപ്പോൾ വരൂ, അത് നോക്കാം. മധുരാ
അപ്പോൾ ഇതിവിടെ കോടി അർച്ചന നടക്കുന്ന സ്ഥലമാണ്. അവിടെ മറ്റേ ഭഗവാനെ വെച്ചിട്ട് ഇങ്ങനെ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേരിരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഒരു 11:30-12 വരെ അവർ പറയും. പിന്നെ വൈകുന്നേരം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. കോടി അർച്ചനയല്ലേ, നമ്മൾ ആ കോടി അർച്ചന ചെയ്യുന്നവിടെ ഒരു വലസയ്ക്ക് വെച്ച് തൊഴുത് അങ്ങനെയാണ് അവിടെ ചെയ്തത്. എന്നതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതു. അവിടെയും നല്ല തിരക്കാണ്. പക്ഷേ തിരക്കുണ്ടെങ്കിലും നല്ല ദർശനം കിട്ടി. വൈക്കത്തപ്പനെ നന്നായിട്ട് തൊഴാൻ പറ്റി. കണ്ടില്ലേ, ഈ മരത്തിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്ന ഫുൾ ലൈറ്റാണ്. ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ രാത്രിയിൽ അതിൻ്റെ ഇലുമിനേഷൻ നല്ല ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ കളം വരച്ചത് കാണാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ദേവിക്ക് 32 കൈയാണ് വരച്ചിരിക്കുന്നത്. പിന്നെ ഈ സാറ്റർഡേ, അതായത് നാളെ 64 കൈയാവുന്ന പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ എടുത്തു എന്ന് മാത്രം. ഇന്ന് 32 കൈയുണ്ട് ദേവിക്ക്. കൊടുങ്ങല്ലൂരമ്മയാണ്. അപ്പോൾ അവിടെയും 2 പ്രാവശ്യം പോയി നന്നായിട്ട് തൊഴുതു. നല്ല തിരക്കുണ്ട്, പക്ഷേ ക്യൂ അവർ വേഗം വിടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് ദേവിയെ കണ്ട് തൊഴാൻ പറ്റി. അതുപോലെ പ്രാതലിനും നല്ല തിരക്കുണ്ട്. അവിടെ നല്ല ക്യൂ ഉണ്ട്. ലേറ്റാവും, അതിനൊന്നും നമ്മൾ നിന്നില്ല. അപ്പോൾ അമ്പലം മുഴുവൻ ഒന്ന് വലസ് വെച്ച ശേഷം ഞങ്ങളിതപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ വീട്. വടയാറാണ്. അപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ മറ്റേ ഈ വടക്കുപുറത്ത് ഇത് 3rd ടൈം അമ്മ പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെയും ഷെയർ ചെയ്യുകയാണ്. ഇപ്പോൾ അതാ എൻ്റെ വീടെത്തി. ഇതാണ് എൻ്റെ വീട്. ഇപ്പോൾ എൻ്റെ അമ്മയെ ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ അമ്മയാണ്. അമ്മ മറ്റേ വൈക്കത്തെ കോടിയർച്ചനയും വടക്കുപുറത്ത് പാട്ടും അമ്മയ്ക്കിപ്പോൾ 3 പ്രാവശ്യം അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് കണ്ടതിൻ്റെ. അപ്പോൾ അമ്മ ഇപ്പോൾ നമ്മുടെ കൂടെ അമ്മയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അമ്മ മറ്റേ വടക്കുപുറത്ത് പാട്ട് 3 പ്രാവശ്യമായി കാണുന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയൂന്ന്. അപ്പം എൻ്റെ അമ്മ ഇപ്പം അമ്മയുടെ എക്സ്പീരിയൻസ് നമ്മുടെ കൂടെ ഷെയർ ചെയ്യും. പറമ്മ അമ്മയുടെ വടക്കുപുറത്ത് പാട്ടിൻ്റെ എക്സ്പീരിയൻസ്. കൊടുങ്ങല്ലൂര് അച്ഛനെ ജോലിയായിരുന്നപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂരാണ് താമസിച്ചിരുന്നത്. അന്ന് എനിക്ക് 10ാം ക്ലാസ് പാസ്സായത് കൊടുങ്ങല്ലൂർ വെച്ചാണ്. എനിക്കന്ന് 14 വയസ്സ് ഞാൻ പഠിക്കുമ്പോൾ 15 വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായി. പിന്നെ ദേവിയുടെ നടയിൽ കൂടിയാണ് എന്നും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഭരണിപ്പാട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ലീവാണ് ഉണ്ടായിട്ട് കൊടുങ്ങല്ലൂർ ഭരണിക്ക്. പിന്നെ ഹിന്ദി പഠിച്ചത് കോവിലകത്ത് തമ്പുരാട്ടി കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടിയുടെ അടുത്താണ്. പിന്നെ ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിച്ചത് നാരായണസ്വാമി എന്ന് പറഞ്ഞ നടത്തിക്കൊണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കൊടുങ്ങല്ലൂർ. അങ്ങനെ ഞാൻ 5 വർഷം കൊടുങ്ങല്ലൂർ താമസിച്ച് അമ്മയെ തൊഴുത് നല്ല ഇതോടുകൂടി പ്രാർത്ഥനയും വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് നല്ലപോലെ ദേവിയുടെ പ്രാർത്ഥനയൊക്കെ അറിയാം, പാട്ട്. പിന്നെ വൈക്കത്താണ് ഇപ്പം ഞാൻ താമസിക്കുന്നത്, തലയോലപ്പറമ്പിൽ. എനിക്കിപ്പോഴും 84 വയസ്സായി. ഈ പിറന്നാൾ വരുമ്പോൾ 84 വയസ്സാവും. എനിക്ക് 3 പ്രാവശ്യം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വടക്കുപുറത്ത് പാട്ടും കോടിയർച്ചനയും കാണാൻ സാധിച്ചു. 2001 കണ്ടു, പ്രാർത്ഥിച്ച് തൊഴുതു. 2013 ഞാൻ പ്രാർത്ഥിച്ച് തൊഴുതു. 2025 ഇപ്പോൾ എനിക്ക് 83 വയസ്സ് കഴിഞ്ഞു. ദേവിയുടെ അനുഗ്രഹമാണിത്. എനിക്കതിൽ തന്ന സർവ്വ ഐശ്വര്യങ്ങളും ദേവി എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിനും മക്കൾക്കും എല്ലാം ഐശ്വര്യവും തന്ന സന്തോഷമായിട്ടുള്ള ജീവിതം ദേവി എനിക്ക് തന്നിട്ടുണ്ട്. ഇതിന് ദേവിക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വീട് തലയോലപ്പറമ്പിലാണ്. വൈക്കം തലയോലപ്പറമ്പ് എന്ന് പറയും. ശ്രീകുമാരി എന്നാണ് എൻ്റെ പേര്. ശ്രീലേഖ വീട്ടുപേര്. അപ്പോൾ ഇതാണ് അമ്മയ്ക്ക് പറയാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഇരുന്ന് പിന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുന്ന് വീണ്ടും പുറപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട് എത്തണമല്ലോ. എങ്ങനെയും രാത്രി 9 മണിക്ക് കഴിയും. വഴിയിൽ എന്തായാലും ട്രാഫിക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നല്ല സന്തോഷമായി. 1 in 12 years വരുന്ന ഒരു വലിയൊരു വിശേഷമല്ലേ. നമ്മൾ ദുബായിലായിരുന്നുകൊണ്ട് ഇതൊന്നും നമുക്ക് പങ്കുചേരാൻ പറ്റിയിട്ടില്ല. ഇപ്പം നാട്ടിൽ സെറ്റിലായതുകൊണ്ട് ഞങ്ങൾക്ക് വന്ന് തൊഴാൻ പറ്റി. ഞങ്ങൾക്കും ആ ഒരു ഭാഗ്യം കിട്ടി. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം. പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പോയി തൊഴുതതും.
അപ്പോൾ നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇപ്പോൾ ദാ വീണ്ടും കുതിരാൻ ടണൽ തന്നെ. അപ്പോൾ ഇനി ഞങ്ങൾ പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലത്തെ ഒരു ക്ലിപ്പിങ്സാണ് ഞാൻ വൈക്കത്ത് അമ്പലത്തിൽ നിന്ന് എടുത്തിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.